ഹലോ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ എൻ്റെ യുദ്ധഭൂമിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു തീയൊക്കെ കത്തിച്ച് എൻ്റെ യുദ്ധം ഞാനങ്ങ് ആരംഭിക്കുകയാണ്. രാവിലെ തന്നെ ലഞ്ച് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു തത്രപ്പാടിലാണ്. തോരനും തക്കാളിയും സവാളയും കൂടി വഴറ്റിയതാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ കറി. അപ്പുറത്ത് അരി ഞാൻ തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടി വച്ചിരിക്കുകയാണ് ഇൻഡക്ഷനിൽ. പിന്നെ ഇതുകൊണ്ട് ഈ ഒരു ബർണർ ഇങ്ങനെ വർക്കാവുന്നുള്ളൂ. പിന്നെ ഇവിടുത്തെ ചെന്നൈയിൽ ഗ്യാസ് കുറ്റിയും സ്റ്റൗവും എല്ലാം കൂടി കിട്ടുന്നത് വാടകയ്ക്കൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഓണർ പ്രൊവൈഡ് ചെയ്യണത് തന്നെ വലിയ കാര്യം. ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണരുതെന്നാണല്ലോ. കിട്ടിയതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അങ്ങനെ തോരൻ റെഡിയാക്കി അത് ഞാൻ അടച്ചൊരു സൈഡിലോട്ട് മാറ്റിയിട്ട് അപ്പുറത്ത് വഴറ്റാൻ വച്ചിരുന്ന സവാള ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി. കാരണം ചൂട് കുറവായതുകൊണ്ട് തന്നെ വഴണ്ടി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മാറ്റി നന്നായിട്ട് കടുവറ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇഡ്ഡലിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് കണ്ണിൽ കണ്ടുകൂടാത്ത സാധനമായിരുന്നു ഇഡ്ഡലി. അതാണ് ഇപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ഏറ്റവും ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ്. കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഇല്ല ഞാൻ നോക്കിയിട്ട്. അങ്ങനെ മാവ് ഇഡ്ഡലി തട്ടിലോട്ടാക്കി അതൊക്കെ അടച്ച് പൂട്ടി വെച്ച് ഞാനങ്ങനെ അത് ആവിയേറ്റാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് സവാള അപ്പുറത്ത് ഇരിപ്പുണ്ടല്ലോ, ഞാൻ തക്കാളിയും കൊണ്ട് പോവുകയാണ് സവാളയിലോട്ട് അങ്ങനെ ലയിപ്പിച്ചിടാനായിട്ട്. അത് നന്നായിട്ട് വഴണ്ട് വരണം. സവാളയും തക്കാളി ഏതാണെന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ബോക്സ് പാക്ക് ചെയ്യാണ്. കഴിക്കോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, എന്നാലും ഞാൻ ഉണ്ടാക്കിയതല്ലേ, ഒരു ആശ്വാസത്തിന് വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് എൻ്റെ ലഞ്ച് ബോക്സ് പാക്കിങ്ങിലോട്ട് കടന്നു. ചോറ് നന്നായിട്ട് എടുത്ത് വെച്ചിട്ട് അതിനോടൊപ്പം തന്നെ ഞാൻ വെച്ചത് ആ തക്കാളിക്കറിയാണ്. ആ തക്കാളിക്കറിയുടെ ആ എണ്ണയൊക്കെ ഊറി ഇരുന്ന് ഉച്ചയ്ക്ക് ആ ചോറും പാത്രം തുറന്ന് ആ ചോറ് കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, വേറെ കറികളൊന്നും വേണ്ട. എൻ്റെ ആ മസാല എണ്ണയൊക്കെ ഊറി ഇറങ്ങുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ അമ്മായിയമ്മയാണ് എനിക്ക് ഇത്രയും നല്ല സിമ്പിളായിട്ട് ടേസ്റ്റായിട്ടുള്ള കറി വയ്ക്കാൻ പഠിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് തോരനൊക്കെ പാക്ക് ചെയ്തു. പിന്നെ ഞാൻ പോയി റെഡിയായി വന്നു. ഒട്ടും താല്പര്യമില്ലാതെയാണ് വരുന്നത്. ഇതെല്ലാം പാക്ക് ചെയ്ത് നിങ്ങളോട് ബൈ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കോള് വരുന്നത്. അപർണ സിസ്റ്റർ, ഇന്നത്തെ കേസ് പോസ്റ്റ്പോൺ ചെയ്തു. അതുകൊണ്ട് നിങ്ങളുടെ ഡ്യൂട്ടി ടൈം വന്നിട്ട് 9 മണിയാണ്. പിന്നെ ഞാൻ നനയ്ക്കാനിട്ട ഷീറ്റൊക്കെ എടുത്ത് വിരിച്ചിട്ടിട്ട് 1 മണിക്കൂർ എനിക്ക് ഉറങ്ങാൻ സമയം കിട്ടി.